ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ ഈ വർഷവും അടുത്ത വർഷമുള്ള നമ്മുടെ കെമിസ്ട്രി ചാപ്റ്ററുകളൊക്കെ പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൊരു ബേസ് തരുന്നൊരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? ഓക്കെ, കെമിസ്ട്രി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. ഓൾറെഡി ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കെമിസ്ട്രി എന്ന വിഷയം എന്ന് വെച്ചാൽ എന്താണെന്ന്, അല്ലേ? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണ്? മാറ്റർ ഉപയോഗിച്ചിട്ടാണെന്ന് നമുക്കറിയാം. ഈ മാറ്റർ നിർമ്മിച്ചിട്ടുള്ളത് ആറ്റംസും മോളിക്യൂൾസും ഒക്കെ കൊണ്ടാണ്, അല്ലേ? ഇവയുടെ പ്രിപ്പറേഷൻ, അതുപോലെ ഇവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ സ്ട്രക്ചർ, ഇവരിലുണ്ടാകുന്ന റിയാക്ഷൻസ്, ഇതിനെ എല്ലാത്തിനെയും പറ്റി പഠിക്കുന്ന സയൻസിലെ ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കെമിസ്ട്രിയാണ്. അപ്പോൾ വാട്ട് ഈസ് കെമിസ്ട്രി? കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ. നമുക്കറിയാമല്ലോ, നമ്മൾ പലതരം കെമിക്കൽ മെത്തേഡുകളിലൂടെ പല കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട്. സ്ട്രക്ചർ, അറ്റോമിക് സ്ട്രക്ചർ, അതുപോലെ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ഇല്ലാതെ ഒരു കെമിസ്ട്രി ഇല്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ, അല്ലെ, പ്യുവർ മെറ്റീരിയൽ സബ്സ്റ്റൻസിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന ബ്രാഞ്ചാണ് എന്ത്? കെമിസ്ട്രി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ സയൻസ് ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ഈസ് കോൾഡ് കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് എന്ത്? മാറ്റർ. കെമിസ്ട്രി എന്നല്ല, ഫിസിക്സ് എന്നല്ല, എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ളതും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസ് ഉള്ളതുമായോ ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ്, അല്ലേ, ഭൂമിയിൽ കാണപ്പെടുന്ന മാറ്ററിനെ പ്രധാനമായിട്ട് നമുക്ക് 3 രീതിയിലാണ് തിരിക്കാൻ പറ്റുന്നത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്നാൽ ഇതല്ലാതെ വേറെയും സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാസ്മ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഇപ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോൾക്കാനോയിൽ നിന്ന് വരുന്ന ലാവയുടെ കണ്ടീഷൻ, അല്ലെങ്കിൽ സൂര്യൻ്റെ, അല്ലെ, നമ്മുടെ സൂര്യൻ്റെ ആ ഒരു കോർ ഭാഗമൊക്കെ ഇരിക്കുന്ന എന്ത് സ്റ്റേറ്റിലാണ്? പ്ലാസ്മ സ്റ്റേറ്റിലാണ്. അതല്ലാതെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയും ഉണ്ട്. തൽക്കാലം നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്കോപ്പിൽ നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ? ആദ്യത്തെ 3 പഠിച്ചാൽ മതി. കാരണം പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമുക്ക് എന്താണ്? കുറച്ചധികം കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ വർഷം അടുത്ത വർഷം കൊണ്ട് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക, മാറ്ററിൻ്റെ 3 സ്റ്റേറ്റ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മ പുതുക്കലാണ്. നമ്മൾ മുന്നേ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ കാര്യത്തിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, സോളിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്തുള്ള പാർട്ടിക്കിൾസ് ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും കാണിക്കുന്നത്. അവർ വളരെയധികം അടുത്തടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പും ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു വോളിയവും ഉണ്ട്, അല്ലേ? ഒരു സോളിഡായ വസ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അതൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. അത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറത്തില്ല, അല്ലേ? സോളിഡ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷേപ്പുള്ള അറേഞ്ച്മെൻ്റ് ഉള്ള വസ്തുക്കളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡ് എന്ന് വിളിക്കുന്നത്. നേരെ കുറച്ച് ലിക്വിഡ് ആകുമ്പോൾ എന്ത് പറ്റും? ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം കുറച്ച് കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ്? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള എന്തില്ല? ഷേപ്പ് ഇല്ല. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. എന്നാൽ വോളിയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവർക്ക് ഒരു വോളിയം കൃത്യമായിട്ടുണ്ട്. എന്നാൽ നല്ലൊരു ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം പാർട്ടിക്കിൾസ് ദൂരെയാണ്. അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് കുറവാണ് ആരുമായിട്ട് നോക്കുമ്പോൾ? സോളിഡ്സുമായിട്ട് നോക്കുമ്പോൾ. ഇനി നേരെ മറിച്ചടുത്ത് വരുന്നതാണ് ഗ്യാസുകൾ. ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാർട്ടിക്കിൾസ് വളരെയധികം ദൂരെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ്? ഡെഫിനിറ്റ് ആയ ഒരു ഷേപ്പോ ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു വോളിയമോ ഇല്ലാത്ത വസ്തുക്കളാണ്. നമ്മൾ ഏത് കണ്ടെയ്നർ എടുക്കുന്നോ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിനും ഗ്യാസിനും. പക്ഷെ ഗ്യാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ആ പറയുന്ന കണ്ടെയ്നറിൻ്റെ കംപ്ലീറ്റ് സ്പേസിൽ എന്ത് ചെയ്യും? നിറഞ്ഞ് നിൽക്കും. ഒരു ബോട്ടിൽ നമ്മൾ എടുത്താൽ ബോട്ടിൽ എം ടി ആണെങ്കിൽ അതിനകത്ത് മൊത്തം എയർ നിറഞ്ഞ് നിൽപ്പുണ്ട്, അല്ലെ? ഗ്യാസിൻ്റെ പ്രത്യേകത അതാ. ഏത് കണ്ടെയ്നറാണോ എടുക്കുന്നത് അതിൻ്റെ സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും. കാരണം ഇവിടുത്തെ പാർട്ടിക്കിൾസ് ദൂരെയാണ്. മാത്രമല്ല ദൂരെ ആയതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഒരുപാട് ഫ്രീ ആണ്, അല്ലേ? ദേ ആർ ഫ്രീ ടു മൂവ്. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? അവർ റാപ്പിഡായിട്ട് മൂവ് ചെയ്ത് അങ്ങ് ദൂരെ പോയി നിൽക്കും. ഇതാണ് ഗ്യാസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡും ലിക്വിഡും ഗ്യാസും. പ്രത്യേകത എന്താ? ഇത് മൂന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ആരെയൊക്കെ മാറ്റിയാൽ മതി? ടെമ്പറേച്ചറിലും പ്രഷറിലും ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും മാറ്റിക്കൊണ്ട് നമുക്ക് സ്റ്റേറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ്, സോളിഡ് ആയിട്ടുള്ളൊരു വസ്തു, അതിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്താൽ എന്ത് പറ്റും? അത് മെൽറ്റ് ചെയ്യും. എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. അപ്പോൾ സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സ് വിളിക്കുന്ന പേര് മെൽറ്റിംഗ്. ഇനി നേരെ മറിച്ച്, ലിക്വിഡിൽ നിന്ന് നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എടുക്കുന്നു, തണുപ്പിക്കുന്നു, എന്ത് പറ്റും? ലിക്വിഡ് തിരിച്ച് സോളിഡ് ആവും. മെത്തേഡിനെ വിളിക്കുന്ന പേര് ഫ്രീസിങ്. ഇനി ലിക്വിഡിനെ വീണ്ടും ചൂടാക്കിയാൽ അത് വേപ്പറായിട്ട് മാറും. വിളിക്കുന്ന പേര് ഇവോപ്പറേഷൻ. തിരിച്ച് ഗ്യാസിനെ തണുപ്പിച്ചാൽ അത് ലിക്വിഡ് ആകും. വിളിക്കുന്ന പേര് കണ്ടൻസേഷൻ. മേഘങ്ങളുടെ ഫോർമേഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ തണുത്ത് കണ്ടൻസ് ചെയ്താണ് എന്താകുന്നത്? ക്ലൗഡുകളായിട്ട് മാറുന്നത്. പിന്നീട് അത് മഴയായിട്ട് താഴേക്ക് വരുന്നത് അല്ലേ? തിരിച്ച് ഗ്യാസിനെ നമ്മൾ വീണ്ടും ചൂടാക്കിയാൽ ഒന്നും കിട്ടൂല. ഒന്നും കിട്ടൂല. പക്ഷേ ഗ്യാസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോളിഡ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിഷൻ. എന്താണ്? ഡെപ്പോസിഷൻ. എക്സ്റ്റേണൽ ഫോഴ്സ് ഒക്കെ കൊടുത്തല്ല എനർജി സ്പെൻഡ് ചെയ്താൽ നമ്മൾ ചെയ്യുന്നെങ്കിലും പറ്റും. വിളിക്കുന്ന പേര് ഡെപ്പോസിഷൻ. തിരിച്ച് സോളിഡായ വസ്തു ഡയറക്റ്റായിട്ട് ഗ്യാസ് ആയിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേര് സബ്ലിമേഷൻ. നിങ്ങൾ നാഫ്തലീൻ ടാബ്ലറ്റ് അഥവാ പാറ്റ ഗുളിക എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കർപ്പൂരം, ക്യാംഫർ, ഇതൊക്കെ എന്താണ്? നമ്മളൊരു സ്ഥലത്ത് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കാണാതാവും. ഇങ്ങനെ ലിക്വിഡായിട്ടാണോ പോകുന്നത്? അല്ല, നേരെ വേപ്പറായിട്ട് പോകും. അപ്പോൾ നമുക്ക് സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് പറ്റും. സോളിഡ് ലിക്വിഡ് ആകുന്നു. വിളിക്കുന്ന പേര് മെൽറ്റിംഗ്. ലിക്വിഡ് ഗ്യാസ് ആകുന്നു. വിളിക്കുന്ന പേര് ഇവോപ്പറേഷൻ. ലിക്വിഡ് തിരിച്ച് എന്താകുന്നു? സോളിഡ് ആകുന്നു. വിളിക്കുന്ന പേര് ഫ്രീസിങ്. ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആകുന്നു. വിളിക്കുന്ന പേര് കണ്ടൻസേഷൻ. ഗ്യാസ് നേരെ എന്തായിട്ട് മാറുന്നു? സോളിഡായിട്ട് മാറുന്നു. വിളിക്കുന്ന പേര് ഡെപ്പോസിഷൻ. സോളിഡ് നേരെ ഗ്യാസ് ആയിട്ട് മാറുന്നു. വിളിക്കുന്ന പേര് സബ്ലിമേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് മാറ്റർ ഓഫ് ക്ലാസിഫിക്കേഷനിൽ, അല്ല ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററിൽ പറയുന്നത്? നോക്കിയേ, ഒരു മാക്രോസ്കോപ്പിക് ലെവലിൽ, എന്താ മാക്രോസ്കോപ്പിക് ലെവൽ? മൈക്രോസ്കോപ്പിൽ കൂടി കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് കാണുന്നത്, ലാറ്റം, മോളിക്യൂൾ, ആ ലെവലിലോട്ട് പോകും. നമ്മൾ അത്രത്തോളം ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. പ്രഥമ ദൃഷ്ടിയിൽ കാണുന്ന ഒരു രീതി വെച്ച് നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്ററിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്യുവർ സബ്സ്റ്റൻസും മറ്റൊന്ന് മിക്സ്ചർ. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും അത്യാവശ്യം നല്ല ക്ലാസിഫിക്കേഷനാണ്. നോക്കാം പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, വേറെ ഒന്നും ചേർന്നിട്ടില്ല. അതായത് ഒരു തരം ആറ്റങ്ങൾ കൊണ്ട് മാത്രം, ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ അല്ലേ, ഒരൊറ്റ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. പ്യുവർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. അതിൽ ഗോൾഡിൻ്റെ ആറ്റങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ, വേറൊന്നും ചേർക്കരുത് അല്ലേ. അപ്പോൾ അതാണ് പ്യുവർ ഗോൾഡ്. അപ്പോൾ എന്താ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. പ്യുവർ സബ്സ്റ്റൻസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ഹാവ് എ ഫിക്സഡ് ഓർ കോൺസ്റ്റൻറ്റ് സ്ട്രക്ചർ അല്ലേ. അവർക്കൊരു ഫിക്സഡ് സ്ട്രക്ചർ ഉണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രക്ചർ ഉണ്ട്. അതാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളെ ചുറ്റും കാണുന്ന എല്ലാ എലമെൻറ്റുകളും അതുപോലെ കോമ്പൗണ്ടുകളും ഒക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസിനകത്താണ് വരുന്നത്. സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം, അതുപോലെ കോമ്പൗണ്ട് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അമോണിയ. നോക്കി, CO2 ഒരു കാർബണും 2 ഓക്സിജനും, H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും, NH3 നൈട്രജനും 3 ഹൈഡ്രജൻ. ഇതിങ്ങനെ തന്നെ ചേരണം. അതാണ് ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ഓർ ഫിക്സഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. പ്യുവർ സബ്സ്റ്റൻസ് 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു, എലമെൻറ്റും കോമ്പൗണ്ടും. എന്താ എലമെൻ്റ് എന്ന് വെച്ചാൽ? എലമെൻ്റ് എന്ന് വെച്ചാൽ അവിടെ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം മാത്രമേ കാണുള്ളൂ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ ആറ്റം. ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താ? ഓക്സിജൻ ആറ്റം, ഓക്സിജൻ ആറ്റം, ഓക്സിജൻ ആറ്റം ഇല്ലേ. അപ്പോൾ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ത്? എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ആദ്യമായിട്ട് എലമെൻ്റ് എന്നൊരു വാക്ക് കൊണ്ടുവരുന്ന ആരാണ്? റോബർട്ട് ബോയിലാണ്.
ബോയിൽസ് ലോ ഒക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ നിലവിൽ 118 എലമെൻറ്റുകളാണ് ഉള്ളത്. ആദ്യം ഉള്ളത് ഹൈഡ്രജൻ, ഏറ്റവും അവസാനം ഉള്ളതാണ് ഓർഗാനിസം 118. ഇപ്പോൾ എത്ര എലമെൻ്റ് ഉണ്ട്? 118 എലമെൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ എലമെൻറ്റുകൾ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണോ അറ്റോമിക് ഉണ്ട്, ഡൈ അറ്റോമിക് ഉണ്ട്, അതുപോലെ എന്താണ് പോളി അറ്റോമിക് ഉണ്ട്. ഒരൊറ്റ ആറ്റം മാത്രമുള്ള വസ്തുക്കൾ, ഉദാഹരണം മെറ്റൽസ്, അല്ലെ നമ്മുടെ നോബിൾ ഗ്യാസ് അറിയാമല്ലോ, ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ എന്നൊക്കെ പറയുന്നത്, ഇവരെല്ലാം എന്താണ് ഒറ്റയ്ക്ക് നിൽക്കും, ഒറ്റ ആറ്റം മതി. ഇവർക്ക് സ്റ്റേബിൾ കണ്ടീഷനിൽ ഒറ്റ ആറ്റം വെച്ച് ഒരു സ്റ്റേബിൾ എലമെൻ്റ് ആവാൻ പറ്റും. അതാണ് മോണോ അറ്റോമിക് എന്ന് പറയുന്നത്. ഉദാഹരണം എല്ലാ മെറ്റൽസും, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, നോബിൾ ഗ്യാസസ്, ഹീലിയം, നിയോൺ ഒക്കെ എന്താണ് ഒറ്റ ആറ്റം കൊണ്ട് വരും മോണോ അറ്റോമിക്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്തും എന്താ എഴുതുള്ളൂ അല്ലേ? ഇപ്പോൾ സോഡിയം എന്ന് എഴുതിയാൽ നമ്മൾ എന്താണ് Na എന്ന് മാത്രമേ എഴുതുള്ളൂ. Na1 Na2 എന്നൊന്നും നമ്മൾ നോർമലി എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. കാരണം അവരെന്താണ് മോണോ അറ്റോമിക് ആണ്. അവരെന്താണ് മോണോ അറ്റോമിക് ആണ്. എങ്കിൽ എന്തായിരിക്കും ഡയറ്റോമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓക്സിജൻ കണ്ടോ, ഞങ്ങളുടെ മുകളിൽ O2 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 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഹൈഡ്രോജൻ നോർമലി നമ്മൾ H എഴുതുള്ളൂ, എന്ത് എഴുതും? H2 H2 H2. അതായത് ഇവർ മിക്കവും 2 ആറ്റം ചേർന്നേ കാണത്തുള്ളൂ. അതാണ് ഡയറ്റോമിക്. എന്നാൽ ഫോസ്ഫറസ്, സൾഫർ പോലെയുള്ളവർ 2-ലധികം ആറ്റംസ് കാണും. പിന്നെ നമ്മൾ എണ്ണാൻ നിന്നിട്ട് നമ്മൾ മൊത്തം ചേർത്ത് എന്ത് വിളിച്ചു? പോളി അറ്റോമിക് എന്ന് വിളിച്ചു. അപ്പോൾ എലമെൻറ്റ് 3 ടൈപ്പ്: മോണോ അറ്റോമിക്, ഡയറ്റോമിക്, പോളി അറ്റോമിക്. ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ മോണോ, 2 എണ്ണം ചേർന്ന് നിൽക്കുന്ന ഡൈ, അതിന് മുകളിലുണ്ടെങ്കിൽ പോളി. അപ്പോൾ ഇതാണ് എലമെൻറ്റുകളെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യം. കോമ്പൗണ്ടിലോട്ട് വരാം. എലമെൻറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം ആറ്റംസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റംസ് ഒരു ഡെഫിനിറ്റ് റേഷ്യോയിൽ ചേർന്നുണ്ടാവുന്നതാണ് എന്ത്? കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ H2O ഹൈഡ്രജൻ ഒരു ടൈപ്പ് ഓഫ് ആറ്റം, ഓക്സിജൻ മറ്റൊരു ടൈപ്പ്. ഇതിൽ 2:1 എന്ന റേഷ്യോയിൽ ഇവർ ചേർന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് വാട്ടർ, CO2, NH3, HCl. ഇതൊക്കെ എന്താണ്? ഒന്നിലധികം ആറ്റംസ് ചേർന്ന് ഡെഫിനിറ്റ് റേഷ്യോ ചേർന്ന് ഫോം ചെയ്യുന്നു. ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ടുകൾ. ദേ ആർ പ്യുവർ സബ്സ്റ്റൻസ്, നമുക്ക് അറിയാന്നുള്ള കാര്യം. വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ആറ്റം, അല്ലെ ഒന്നിലധികം ടൈപ്പ് ഓഫ് ആറ്റം ഉണ്ട്. ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ആറ്റംസ് എന്താണ് ഇൻ എ ഡെഫിനിറ്റ് റേഷ്യോ, അല്ലേ? കാരണം H2O ആണ് വാട്ടർ, അല്ലാതെ HO2 അല്ല വാട്ടർ. ഈ റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താലേ ഈ പറയുന്ന കോമ്പൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഡെഫിനിറ്റ് റേഷ്യോയിലായിരിക്കും. ഇവരെ നമുക്ക് സിമ്പിളായിട്ട് ഫിസിക്കൽ മെത്തേഡ് വഴിയൊന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവർക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ എന്താണ് കെമിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്കൊരു സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല ഉണ്ടാകുന്ന കോമ്പൗണ്ടിന് ഈ പറയുന്ന ഫോം ചെയ്ത ആറ്റങ്ങളുടെ പ്രോപ്പർട്ടി ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് H2O തന്നെ നമുക്ക് എടുക്കാം. H2Oയിൽ ഹൈഡ്രോജൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസാണ്, ഓക്സിജനും ഗ്യാസാണ്. എന്നാൽ ഇത് രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന വാട്ടർ എന്താണ്? ഒരു ലിക്വിഡാണ്. ഓക്കെ, അപ്പോൾ ഇതാ സംഭവം. ഇവരാരിൽ നിന്ന് വന്നോ അവരുടെ പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കില്ല. ഇവർക്ക് സ്വന്തമായിട്ട് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എലമെൻറ്റ് കോമ്പൗണ്ട് വ്യത്യാസം: എലമെൻറ്റ് 1 ടൈപ്പ് ഓഫ് ആറ്റം, കോമ്പൗണ്ടിൽ ഒന്നിലധികം ടൈപ്പ് ഓഫ് ആറ്റം ചേർന്നാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് പ്യുവർ സബ്സ്റ്റൻസിനകത്ത് വരുന്നത്. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മിക്സ്ചറിലോട്ട് പോകാം. എലമെൻറ്റ് നമ്മളെ മാറ്റർ രണ്ടായിട്ടല്ലേ തിരിച്ചത്, പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചർ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. മിക്സ് ചെയ്ത് കിടക്കുകയാണ്. അതായത് ഒന്നിലധികം പാർട്ടിക്കിൾസ് തമ്മിൽ മിക്സ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത്? മിക്സ്ചർ. അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്താണ് ഒരു തരം കെമിക്കൽ ബോണ്ടിങ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിക്സ്ചർ അല്ലേ, ഇതിനകത്ത് എല്ലാ സാധനങ്ങളും കാണും. ഈ സാധനങ്ങൾക്ക് അതിൻ്റെതായ പ്രോപ്പർട്ടീസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും, അല്ലേ? ഇപ്പോൾ മിക്സ്ചർ വാങ്ങിച്ചാൽ കപ്പലിൻ്റെ ഉണ്ടെങ്കിൽ അതിന് കപ്പലിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെതായ എന്താണ് ആ ഒരു ഗുണം തന്നെ ആയിരിക്കും. അല്ലാതെ ഒരുമിച്ച് ചേർന്ന് വെച്ചാൽ അവരൊരു ഗുണത്തിൻ്റെ മാറ്റമൊന്നും വരുത്തുന്നില്ല. മിക്സ്ചർ എന്തായിരിക്കും? മോർ ദാൻ 1 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ടാവും. ഇത് എങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത്? ഡിഫറൻറ്റ് സബ്സ്റ്റൻസുകൾ, ഇവർക്കിടയിൽ എന്തില്ല? കെമിക്കൽ ബോണ്ടിങ് ഒന്നും തന്നെ ഇല്ല. സോ എ മിക്സ്ചർ ഈസ് എ ഫിസിക്കൽ കോമ്പിനേഷൻ ഓഫ് 2 or more substance in which the identities are retained and are mixed in form of solution, suspension and colloids. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയട്ടെ, പഞ്ചസാര വെള്ളത്തിൽ കലക്കി ഒരു മിക്സ്ചറാണ്.
കുറച്ച് ചെളി എടുത്ത് വെള്ളത്തിൽ കലക്കി മിക്സ്ചറാണ്. നമ്മുടെ പാല് ഒരു മിക്സ്ചറാണ്, കൊളോയിഡുമാണ്. അപ്പോൾ ഇതെന്താണ് സൊല്യൂഷൻ സസ്പെൻഷൻ കൊളോയിഡ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ള നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കാം. തൽക്കാലം മനസ്സിലാക്കി വെക്കുക. മിക്സ്ചറിനകത്ത് ഒന്നിലധികം ടൈപ്പ് ഓഫ് ആറ്റംസ് കെമിക്കൽ ബോണ്ടിങ് ഒന്നുമില്ലാതെ തമ്മിൽ ചേർന്നു എന്ന് മാത്രമല്ല ഇവർക്ക് അവരുടെ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ കാണും അല്ലേ. മധുരമുള്ള പഞ്ചസാര വെള്ളത്തിൽ കലക്കിയാലും അവിടെ മധുരം തന്നെ കാണും, മധുരം മാറുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇവരെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കെമിക്കൽ മെത്തേഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫിൽട്രേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ പോലുള്ള ഫിസിക്കൽ മെത്തേഡ് വഴി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്, നമ്മുടെ സ്വർണം, ഇപ്പോൾ നിങ്ങൾക്ക് സ്വർണം പ്യുവർ അല്ലേ എന്ന്, ഗോൾഡ് ഓർണമെൻ്റ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ആഭരണങ്ങളിനകത്ത് സ്വർണം മാത്രമല്ല, അതിനകത്ത് വേറെ കുറേ സാധനങ്ങളോട് ചേരും അല്ലേ. 916 പ്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാരണം ബാക്കി 100 തികയാൻ വേറെ കുറച്ച് സാധനങ്ങളോട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കടലിലെ വെള്ളം, ഉപ്പുവെള്ളം, ചെളിവെള്ളം, ഇതൊക്കെ എന്താണ് ഇതിനകത്ത് വരും. മിക്സ്ചർ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഹോമോജീനിയസും ഉണ്ട്, ഹെട്രോജീനിയസും ഉണ്ട്. സിമ്പിളാണ്. ഒരേപോലത്തെ കോമ്പോസിഷൻ കാണിച്ചാൽ അത് ഹോമോജീനിയസ്. എക്സാമ്പിൾ ആണെന്ത്? സൊല്യൂഷൻ എയർ. നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ കലക്കുന്നു, ഉപ്പ് വെള്ളത്തിൽ കലക്കുന്നു, എന്തായിരിക്കും? എല്ലായിടത്തും ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും അല്ലേ സ്പ്രെഡായി കിടക്കുന്നത്. അങ്ങനെയുള്ള മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും ത്രൂ ഔട്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മിക്സ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ പറയുന്ന കോമ്പോസിഷൻ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ സീ വാട്ടർ, കടൽ വെള്ളത്തിനകത്ത് എല്ലായിടത്തും ഒരേപോലത്തെ അളവിലല്ല മിനറൽസുകൾ കാണപ്പെടുന്നത്. നമ്മുടെ സോയിൽ, മണ്ണ്, വെള്ളം, ചെളിവെള്ളം, ഇതൊക്കെ നോക്കിയാൽ നമുക്കറിയാം അല്ലേ. കുറേ സ്ഥലത്ത് കൂടുതലായിരിക്കും, കട്ടി കൂടിയിരിക്കും, താഴത്തെ ഭാഗത്ത് അടിഞ്ഞിരിക്കും അല്ലെ. അങ്ങനത്തെ ഒരേപോലത്തെ കോമ്പോസിഷൻ എല്ലായിടത്തും ഉണ്ടാവില്ല. അതാണ് എന്ത്? ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയും. അപ്പോൾ ഹോമോജീനിയസും ഹെട്രോജീനിയസും മിക്സ്ചറും എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടിയും രണ്ടാമത്തേത് കെമിക്കൽ പ്രോപ്പർട്ടി. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫിസിക്കൽ, പുറത്ത് കാണുന്ന കാര്യം അല്ലേ. അതായത് ഏതൊരു പ്രോപ്പർട്ടിയാണോ നമുക്കത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനിൽ ഒരു ചേഞ്ചും വരുത്താതെ ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു വസ്തുവിൻ്റെ കളർ കണ്ടുപിടിക്കാൻ നമുക്ക് അതിനകത്ത് മാറ്റമൊന്നും വരുത്തണം, നോക്കിയാൽ മതി. മണം, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ മാസ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല അല്ലേ. ദ മെഷർമെൻറ്റ് ഓഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ഡസ് നോട്ട് റിക്വയർ ദ ഒക്കറൻസ് ഓഫ് എ കെമിക്കൽ ചേഞ്ച്. ഒരു കെമിക്കൽ ചേഞ്ച് വേണ്ട, റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ചേഞ്ചിലൂടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നിറം, മണം അല്ലേ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, മാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ? കമ്പഷൻ അല്ലേ, കത്തുമില്ലെന്ന് പറയാം, കത്തിച്ച് നോക്കിയേ പറ്റുള്ളൂ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജനുമായിട്ട് ചേർന്ന് കത്തുന്ന പ്രോസസ്സാണ്, അതൊരു കെമിക്കൽ ചേഞ്ചാണ് അല്ലേ. കമ്പസ്റ്റബിലിറ്റി, അതിൻ്റെ റിയാക്ടിവിറ്റി, ആസിഡ് ആണോ ബേസ് ആണോ, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് അതിനെ റിയാക്ട് ചെയ്യിപ്പിച്ച് നോക്കണം അല്ലേ. അങ്ങനെ റിയാക്ട് ചെയ്യിപ്പിച്ച് കണ്ടുപിടിക്കേണ്ട പ്രോപ്പർട്ടീസാണ് എന്ത്? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി വിത്ത് ദ ഒക്കറൻസ് ഓഫ് എ കെമിക്കൽ ചേഞ്ച് ആർ കോൾഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അത് മെഷർ ചെയ്യാവുന്ന മെത്തേഡുകളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും ടോപ്പിക്ക് മാത്രമാണ് കവർ ചെയ്യുന്നത്. ഈ നോട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ എന്ത് ചെയ്യാം? നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.